ഹലോ, ഇതെൻ്റെ വീട്ടിലെ പപ്പായ ചെടിയാണ്. സാധാരണ കണ്ണൂർ പല ഭാഗത്തും ഇതിന് പല പേരിലാണ് അറിയപ്പെടുന്നത്. നമ്മളെ ഏരിയയിലൊക്കെ കർമൂസ് എന്ന് പറയും, പയ്യന്നൂർ സൈഡിലൊക്കെ ആണെങ്കിൽ കപ്പക്ക എന്നാണ് പറയുന്നത്. പിന്നെ എൻ്റെ വീട്ടിലാണെങ്കിൽ കർമൂസിൻ്റെ ചെടിയൊന്നും ഈടെയായിട്ട് ബാക്കിയാവാറില്ല. കാരണം പന്നി വന്നിട്ട് അങ്ങനെ തന്നെ നശിപ്പിച്ചിട്ട് പോവും. പക്ഷെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഈ സുന്ദരി കിട്ടി ഇങ്ങനെ കായ്ച്ച് പൂത്ത് കിടപ്പുണ്ട്. സാധാരണയായിട്ട് 4 മുതൽ 6 മാസം വരെയാണ് പൂവുണ്ടായി കാ പിടിച്ച് എന്നിട്ട് അത് പഴുക്കാനുള്ള കാലാവധി എന്ന് പറയുന്നത്. ഇത് ഞാനാണെങ്കിൽ ലാസ്റ്റ് ജനുവരി 30 എടുത്തിയാണ്. എന്നിട്ട് ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ് ഇത് എപ്പോൾ പഴുക്കും ചോദിച്ചിട്ട്. അമ്മയാണെങ്കിൽ ഓരോന്ന് കൂട്ടിച്ചിട്ട് കറി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ പറയുകയും ചെയ്തു ഒരൊറ്റ തളിയേ വേണ്ടുള്ളൂ, നല്ല ടേസ്റ്റ് ഉണ്ട് കറി, എനിക്ക് ഭയങ്കര ഇഷ്ടമായെന്നൊക്കെ. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കറി വെച്ചിട്ട്. പക്ഷെ ഞാൻ നേരെ ഓപ്പോസിറ്റാണ്, എനിക്കാണെങ്കിൽ ഇത് പഴുത്തിട്ടാണ് ഇഷ്ടം. അപ്പോഴേ ഞാനിങ്ങനെ പറയുകയും ചെയ്തു, അയ്യോ അമ്മ ഇത് പഴുത്തിട്ട് തിന്നാൻ എനിക്ക് യോഗം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ആദ്യത്തെ കാ പിടിച്ച് പഴുത്തപ്പോഴേ ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല, അത് വീട്ടുകാർ തന്നെ തിന്നു. പക്ഷേ എനിക്ക് വേണ്ടിയിട്ടേ ഇതിൻ്റെ അകത്തൊരു സുന്ദര കുട്ടി ഒളിച്ചിരിപ്പുണ്ടേ. നമുക്കത് കാണാമല്ലോ. ഇതാ കണ്ടില്ലേ, എന്തായാലും കളർ, എന്താ ഒരു ഓറഞ്ച്. എന്തായാലും ഞാനത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് കണ്ടിട്ടിന് സത്യം പറഞ്ഞാൽ വായിലിങ്ങനെ വെള്ളം ഊറുന്നുണ്ട്. അമ്മ ഇത് ബാക്കിയൊന്നും കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് തുണിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പൊതിഞ്ഞങ്ങനെ വെച്ചേക്കുവാണ്. ഭയങ്കര പക്ഷിശല്യമാണ്, എല്ലാം കുത്തി കൊണ്ടുപോകും. അതിൽ നിന്നൊക്കെ സേഫായിട്ട് രക്ഷപ്പെട്ടിട്ട് എനിക്ക് തിന്നാൻ വേണ്ടി മാത്രം ഇതവിടെ കിടപ്പുണ്ട്. എന്തായാലും നമുക്കിതൊന്ന് മുറിച്ചാലോ. അപ്പം ഞാൻ കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് മുറിച്ച് നോക്കാം, കുരുവുണ്ടോയെന്ന് അറിയണമല്ലോ. ഇതാ കണ്ടില്ലേ, നിറയെ കുരുവാണ്. ഇനിയിപ്പോൾ ഇതൊന്നും പൊടിക്കില്ലെന്ന് എനിക്കറിയില്ല. എന്നാലും ഈ കുരുവൊക്കെ ഞാൻ ആ തൈക്കുണ്ടിലിടാമെന്ന് വിചാരിക്കുന്നു. പൊടിക്കുകയാണെങ്കിൽ പൊടിക്കട്ടെ. ഇതാ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് നോക്കി, നല്ല അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര മധുരം. കുറച്ച് പഴുത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ കത്തിയൊക്കെ ആ തൊലിയിലൂടെ ഇങ്ങനെ ഊർന്ന് പോവുകയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഞാൻ ഫിനിഷ് ചെയ്തിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാലേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.